ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളവും ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളും കാണുന്നതിനോടൊപ്പം ശുദ്ധമായ ജലം സംരക്ഷിക്കൂ എന്ന സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് ഓട്ടോയിൽ യാത്ര ചെയ്യാനിറങ്ങിയതാണ് ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ മാർട്ടിനും ആൻഡി വിൽസനും. The journey itself, it's about raising money. It's raising money for Frank Water. They are doing clean water projects all over India so that people can grow up having clean water, and it saves lives. It makes lives a lot healthier and people are happier because of it. കൊച്ചിയിൽ നിന്ന് ഞായറാഴ്ച രാവിലെയാണ് രണ്ടംഗ സംഘം ഓട്ടോയിൽ യാത്ര ചെയ്യാൻ ആരംഭിച്ചത്. 12 ദിവസം കൊണ്ട് ഷില്ലോങ് വരെ 4000 കിലോമീറ്റർ സഞ്ചരിച്ച് ജലം സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. പക്ഷേ തൃശൂർ നായ്ക്കനാലിലെത്തിയപ്പോൾ ഓട്ടോയുടെ ക്ലച്ച് കേബിൾ പൊട്ടി. തുടർന്ന് നാട്ടുകാരും യാത്രക്കാരും ഇവരും ചേർന്ന് ഓട്ടോ റോഡിൽ നിന്ന് മാറ്റിയിടുകയായിരുന്നു. We've been travelling now for 6 hours. We've got 2,500 miles or 4,000 kilometres to go, and it's broken. The clutch cable's gone, or the clutch is broken on it. We can't get anything done today because it's a national holiday. ഈസ്റ്റർ പ്രമാണിച്ച് വർക്ക്ഷോപ്പുകൾ മുടക്കമായതിനാൽ ഓട്ടോ നന്നാക്കുവാനും സാധിച്ചില്ല. ഈ രണ്ടംഗ സംഘത്തിന്റെ കിടപ്പും ഉറക്കവുമെല്ലാം ഓട്ടോയിൽ തന്നെയാണ്. ഓട്ടോ പണിമുടക്കിയതിനെ തുടർന്ന് ഇനി വർക്ക്ഷോപ്പ് തുറക്കുന്നതുവരെ ഇവർ തൃശ്ശൂരിൽ തന്നെ കാണും, ഇതേ ഓട്ടോയിൽ. TCV ന്യൂസ്, തൃശ്ശൂർ.